കൂട്ടുകെട്ടിന്റെ ഗുണവും ദോഷത്തെയും പറ്റിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ, അതായത് സ്കൂൾ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളുണ്ടാവും നമ്മുടെ ലൈഫിൽ. ഒരുപക്ഷെ ആ ഒരാള് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാതുമായി മാറിയിട്ടുണ്ടാവും. അതായത് നമുക്ക് എന്ത് ഓപ്പണായിട്ട് പറയാം, എന്ത് കാര്യങ്ങളും, സന്തോഷമായാലും സങ്കടമായാലും എന്ത് കാര്യങ്ങളും നമുക്ക് ഓപ്പണായിട്ട് പറയാം. ഒരുപക്ഷെ നമ്മളുടെ വീട്ടിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണേക്കാൾ കൂടുതൽ നമ്മൾ നമ്മളുടെ ഫ്രണ്ടിന്റെ കൂടെ ആയിരിക്കും ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. പഠനത്തിന്റെ കാൽഭാഗം കൂട്ടുകെട്ടിൽ നിന്നാണെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എത്ര വലിയ ശരിയായിട്ടുള്ള കാര്യമാണില്ല അത്. നമ്മുടെ ജീവിതത്തിൽ പഠനത്തിന്റെ കാൽഭാഗം നമ്മുടെ കൂട്ടുകെട്ടിൽ നിന്നാണ് എന്നുള്ളത് പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രായം ഏതുമാകട്ടെ, കൂട്ടുകെട്ട് കുട്ടികളുടെ ജീവിതത്തിൽ സുപ്രധാന പങ്കുണ്ട്. അറിവ് നേടല്, അതുപോലെ തന്നെ വ്യക്തിത്വ രൂപീകരണം, സാമൂഹിക അവബോധം നേടല് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ സുഹൃത്ത് ബന്ധത്തിന് സംഭാവനയായിട്ടുണ്ടാവും. മറിച്ചുമാകാം, ചീത്ത കൂട്ടുകെട്ടില് പഠിക്കാൻ കഴിയാത്ത സ്വഭാവ വൈകല്യങ്ങളില്ല. ആരോഗ്യപരമായ ബന്ധങ്ങൾ സമൂഹ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിന്റെ മുന്നോടിയാണ് കൂട്ടുകെട്ട്. കൂട്ടുകെട്ടിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പരസ്പരം സഹായം ലഭിക്കും. നമുക്ക് എപ്പോഴും ഒരാളെ സഹായിക്കാൻ ഇങ്ങനെ തോന്നും. കൂട്ടുകെട്ടിലാവുന്ന സമയത്ത്, കൂട്ടുകെട്ടിന്റെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. കൂട്ടുകെട്ടിലാവുന്ന സമയത്ത് നമുക്ക് പരസ്പരം സഹായിക്കാൻ തോന്നും. മറ്റുള്ളവരെ കണ്ടാൽ നമുക്ക് സഹായിക്കാൻ തോന്നും. രണ്ടാമത്തെ കാര്യമാണ് ധൈര്യം കൂടും. ധൈര്യം കൂടുന്ന പറയുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഗ്രൂപ്പായി ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ധൈര്യം കൂടുകയാണ്. ഇനി കൂട്ടുകെട്ടിന്റെ ദോഷത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് തെറ്റുവഴിയിലേക്ക് നയിക്കും. നല്ലൊരാളായിരുന്നു, പക്ഷെ ദോഷമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ ഏർപ്പെട്ടിട്ട് നല്ലൊരാള് തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചു പോകും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് സ്വന്തം ചിന്താശക്തി നഷ്ടപ്പെടും. മൂന്നാമത്തെ കാര്യമാണ് തെറ്റുകൾ ന്യായീകരിക്കും. തെറ്റുകൾ ന്യായീകരിക്കും എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും, ആ തെറ്റ് ശരിയാക്കി തീർക്കും. അതായത് അതിനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. അതായത് തെറ്റ് ചെയ്തത് സമ്മതിക്കാതെ അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കും.